തന്നിരിക്കുന്ന വിവരങ്ങളെ എന്തെല്ലാം രീതിയിൽ തരംതിരിക്കാം? അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വിവരങ്ങൾ തന്നിട്ടുണ്ട്. അവയെ എത്ര രീതിയിൽ തരംതിരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാമിന് 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ള ചോദ്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ പ്രധാനമായിട്ടും 4 രീതിയിൽ തരംതിരിക്കാവുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഭൂമിശാസ്ത്രപരമായിട്ട്, ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ സ്ഥലമാനദണ്ഡത്തിൽ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്പേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാറുണ്ട്. കാലക്രമം അനുസരിച്ച് ക്രൊണോളജിക്കൽ അല്ലെങ്കിൽ സമയത്തിന്റെ ടെമ്പോറൽ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ ഗുണാത്മകം അഥവാ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. നാലാമത്തെ പരിമാണാത്മകം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ 4 രീതിയിൽ തരംതിരിക്കാം. 2 മാർക്കിന് ചോദ്യമാണെങ്കിൽ ഈ 4 മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എന്നാൽ 3 മാർക്കിനോ 4 മാർക്കിനാണെങ്കിൽ ഇവ ഓരോന്നും നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. അപ്പം ഓരോന്ന് എങ്ങനെ വിശദീകരിക്കാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തരംതിരിവ് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടാണ് തരംതിരിക്കുന്നത്. ജില്ലയുടെ അടിസ്ഥാനത്തിലോ വാർഡിന്റെ അടിസ്ഥാനത്തിലോ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലോ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് കുറച്ച് സ്കൂട്ടർ കൊണ്ടുവന്നു വിദേശത്ത് നിന്ന്. അത് നമ്മുടെ രാജ്യത്തൊക്കെ സെയിൽ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥലത്തും കൊടുത്തു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേരളത്തിൽ എത്ര ചെലവഴിച്ചു, തമിഴ്നാട് എത്ര ചെലവഴിച്ചു, മഹാരാഷ്ട്ര എത്ര ചെലവഴിച്ചു, അല്ലെങ്കിൽ ആന്ധ്ര എത്ര ചെലവഴിച്ചു, ഈ രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ തരംതിരിക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അടുത്ത വർഷം കൊണ്ടുവരുമ്പോൾ എവിടെയാണ് കൂടുതൽ ചെലവായിട്ടുള്ളത് ആ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ. ഇനി വിജയ ശതമാനം നോക്കുക, ഓരോ ജില്ലകൾക്കനുസരിച്ച് നോക്കാം. മലപ്പുറത്ത് എത്ര വിജയ ശതമാനം, കോഴിക്കോട് എത്ര വിജയ ശതമാനം, വയനാട് എത്ര വിജയ ശതമാനം, ഈ രീതിയിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ സ്ഥലമാനദണ്ഡത്തിൽ എന്ന് പറയും, ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. രണ്ടാമത് കാലക്രമം അനുസരിച്ച് അല്ലെങ്കിൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ. കാലക്രമം അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഷങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ എന്തു ആവാം, ഈ രീതിയിൽ ഈ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 2010 എത്ര വിജയ ശതമാനം ഉണ്ടായി, 2011 എത്ര വിജയ ശതമാനം ഉണ്ടായി, 2012 എത്ര വിജയ ശതമാനം ഉണ്ടായി, ഈ രീതിയിൽ കിട്ടിയിരിക്കുന്ന ഡാറ്റയെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് ജനസംഖ്യ നോക്കാം, 2001 എത്ര, 2011 എത്ര, അല്ലെങ്കിൽ 2021 എത്ര, ഈ രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനൊക്കെ രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. അപ്പം ഇതിനെ നമ്മൾ കാലക്രമം അനുസരിച്ച് അല്ലെങ്കിൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാറുണ്ട്. ദിവസമോ മാസമോ സമയമോ എന്തുമാവാം. മൂന്നാമത്തെ ഗുണാത്മകപരമായിട്ടുള്ള തരംതിരിവ്. ഗുണാത്മകപരമായിട്ട് തരംതിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് അളക്കാൻ സാധിക്കില്ല, എന്നാൽ ചില സവിശേഷത അടിസ്ഥാനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളെ തരംതിരിക്കാവുന്നതാണ്. പ്രധാനമായിട്ട് നമുക്ക് എന്താണ്, ഒന്ന് സ്ത്രീയാണോ പുരുഷനാണോ, അല്ലെ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സാക്ഷരതയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇട്ടിരിക്കുന്ന വിവരങ്ങളെ തരംതിരിക്കാം. ഇതിനെയാണ് നമ്മൾ ഗുണാത്മക അഥവാ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെ സമയത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെ ചില സവിശേഷത അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ ഗുണാത്മകപരമായിട്ട് തരംതിരിവ് എന്ന് പറയും. നാലാമത്തെ പരിമാണാത്മകം. ഇത് നമുക്ക് അളക്കാൻ സാധിക്കുന്ന ഘടകങ്ങളാണ്. മനുഷ്യന്റെ ഹൈറ്റ്, വെയിറ്റ്, അല്ലെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഏജ്, ഈ രീതിയിൽ നമുക്ക് എന്താണ് അളക്കാൻ സാധിക്കും. ഇതിനെ നമ്മൾ പരിമാണാത്മക തരംതിരിവ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഓരോ ഹൈറ്റ് ഉള്ളവരെ ഒരു ക്ലാസ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഓരോ വെയിറ്റ് ഉള്ളവരെ ഓരോ ക്ലാസ്സിലേക്ക് മാറ്റാം. ഈ രീതിയിൽ കിട്ടിയിരിക്കുന്ന വിവരങ്ങളെ തരംതിരിക്കാവുന്നതിനാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അഥവാ പരിമാണാത്മകമായിട്ടുള്ള തരംതിരിവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പ്രധാനമായിട്ടും 4 രീതിയിൽ തരംതിരിക്കുകയാണെന്ന് പറഞ്ഞ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ, കാലക്രമം അനുസരിച്ച് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഗുണാത്മകപരമായിട്ട് ക്വാളിറ്റേറ്റീവ് ആൻഡ് പരിമാണാത്മകം ക്വാണ്ടിറ്റേറ്റീവ് രീതിയിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ്.